NT സ്കാൻ അഥവാ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്താണിത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസിന് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ അന്വേഷിച്ച് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സ് ചെയ്യാൻ പറയുന്ന ഒരു ടൈം 11 to 13 വീക്സ് പ്ലസ് 6 ഡേയ്സിനുള്ളിലാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഈ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുള്ളത്. അതുപോലെ ഈ സ്കാൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 95% ബേബിയുടെ ജനിതക വൈകല്യങ്ങൾ, അതായത് കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. ഗർഭിണികൾ അതുകൊണ്ട് തന്നെ ഈ സ്കാൻ ഗർഭിണികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കാനിങ്ങിൽ ഒന്നാണ് ഈ NT സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബിയുടെ കഴുത്തിന് പിറകിലുള്ള സ്കിന്നിൻ്റെ അടിയിലായിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. അത് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ അളവ് മെഷർ ചെയ്തിട്ടാണ് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ബേബിക്ക് ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ അളവ് 3 mm കുറവായിരിക്കും. അതുപോലെ 3.5 mm മുകളിലാണ് എന്നുണ്ടെങ്കിൽ ജനിതക വൈകല്യങ്ങൾ പോലുള്ള എഡ്വേർഡ് സിൻഡ്രം, ഡൗൺ സിൻഡ്രം ഇതിനൊക്കെ ചാൻസ് ഉണ്ടെന്നാണ് കേട്ടോ റിപ്പോർട്ട്സ് പറയുന്നത്. അതുപോലെ നെയ്സൽ ബോൺ, CRL, സെർവിക്സ് ലെങ്ത്ത്, പിന്നെ ബേബിയുടെ ഹാർട്ട് റേറ്റ്, ഫീറ്റൽ പോള്, ഇതെല്ലാം നമുക്ക് ഇത് ത്രൂ കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ. ഈ NT സ്കാൻ എന്ന് പറയുന്നത് കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യുന്ന സ്കാനാണ്. അതുകൊണ്ട് തന്നെ ബേബി ഒരുപാട് വളഞ്ഞിട്ടാണ് കിടക്കുന്നത് അല്ലെങ്കിൽ കുറേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഡോക്ടർ നമ്മളോടൊന്ന് നടന്നിട്ട് വരാനോ അല്ലെങ്കിൽ ഒന്ന് ചെരിഞ്ഞ് കിടക്കാനോ ഒക്കെ ആയിട്ട് പറയും കേട്ടോ. 11 വീക്സിന് മുൻപ് ബേബി വളരെ കുഞ്ഞിതായിരിക്കും. 14 വീക്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ബേബിയുടെ ലിംഫാറ്റിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ബേബി അബ്സോർബ് ചെയ്ത് പോകും. ഇത് കാരണം നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഡോക്ടർ എപ്പോഴും NT സ്കാൻ 11 to 13 വീക്സ് പ്ലസ് 6 ഡേയ്സിനുള്ളിൽ ചെയ്യാനായിട്ട് പറയുന്നത്. NT സ്കാനിനെ ഏർലി അനോമലി സ്കാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ NT സ്കാനിൻ്റെ റിസൾട്ട് ഫൈനലൈസ് ചെയ്യുന്നത് ഡബിൾ മാർക്കർ ടെസ്റ്റിൻ്റെ റിസൾട്ടോട് കൂടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി എന്താണ് ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റ് എന്ന് നോക്കാം. നമ്മുടെ ബേബിയുടെ, അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ ക്രോമസോമൽ പ്രോബ്ലംസ് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണിത്. NT സ്കാൻ ചെയ്ത് 24 മണിക്കൂറിനുള്ളിലാണ് ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാറുള്ളത്. ഈ ടെസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടത്തുന്ന 2 ടെസ്റ്റാണ് ഫ്രീ ബീറ്റ HCG ഹോർമോണും അതുപോലെ പ്രഗ്നൻസി അസോസിയേറ്റഡ് പ്ലാസ്മ പ്രോട്ടീൻ A ഹോർമോൺ ടെസ്റ്റുമാണ് നടത്താറുള്ളത്. ഇതിൽ ഫ്രീ ബീറ്റ HCG ഹോർമോൺ ഇത് ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉയർന്ന അളവ് കാരണം ഡൗൺ സിൻഡ്രം പോലെയുള്ള ജനിതക വൈകല്യങ്ങൾ വരുന്നതിന് കാരണമാകുന്നു എന്നാണ് നമ്മുടെ റിപ്പോർട്ട്സൊക്കെ പറയുന്നത് കേട്ടോ. അതുപോലെ പ്രഗ്നൻസി അസോസിയേറ്റഡ് പ്ലാസ്മ പ്രോട്ടീൻ A ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈറ്റൽ പ്ലാസ്മ പ്രോട്ടീനാണ്. ഇതിൻ്റെ ലോ ലെവൽ കാരണം എഡ്വേർഡ് സിൻഡ്രം, അതുപോലെ ഡൗൺ സിൻഡ്രം, പാറ്റി സിൻഡ്രം എന്നിങ്ങനെയുള്ള ഡിഫക്ട്സ് ഒക്കെ ബേബിക്ക് വരുമെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത് കേട്ടോ. ഈ ഒരു ടെസ്റ്റിലൂടെ നമ്മുടെ ബേബിയിലുണ്ടാവുന്ന രക്തസമ്മർദ്ദം, വളർച്ചക്കുറവ്, വിളർച്ച ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോയെന്നൊക്കെ നമുക്കറിയാനായിട്ട് സാധിക്കും. അതുപോലെ മദേഴ്സിന്, അതായത് പ്രഗ്നൻറ്റ് ലേഡീസിന് ഷുഗറിൻ്റെ ലെവല്, അതുപോലെ BP ലെവല്, ബ്ലഡിൽ അണുക്കൾ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട് ഈ ടെസ്റ്റ് ത്രൂ നമുക്ക് സാധിക്കും കേട്ടോ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാനും സ്റ്റാർട്ട് ചെയ്യാനായിട്ടും നമുക്ക് പറ്റും. ഒരുവിധ എല്ലാ ഹോസ്പിറ്റലിലും NT സ്കാൻ അല്ലെങ്കിൽ ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റ് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. പക്ഷേ ചില ഹോസ്പിറ്റലുകളിൽ അവർ നമ്മുടെ പെർമിഷൻ ചോദിച്ചതിന് ശേഷമാണ് ഡോക്ടേഴ്സ്, നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഡോക്ടേഴ്സ് ഈ ടെസ്റ്റിന് വേണ്ടി ചെയ്യാനായിട്ട് പറയാറുള്ളൂ. ഈ ഒരു ടെസ്റ്റ് എന്തായാലും നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട കുറച്ച് ആളുകളുണ്ട്. അതായത് ഒരു 35 വയസ്സിന് മുകളിലുള്ളവർ ആണെന്നുണ്ടെങ്കിൽ, മുൻപ് വൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ റിലേഷനിൽ ഇതുപോലെ വൈകല്യങ്ങളുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇടയ്ക്കിടെ അബോർഷൻ ഉണ്ടായിട്ടുള്ളവർ, ലേറ്റായി പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈ സ്കാൻ എന്തായാലും ചെയ്തിരിക്കണം കേട്ടോ.